ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് CVP അനാലിസിസ് ആണ്. അല്ലാതെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിലെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എലമെൻ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞില്ല. അതിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ, അതിൻ്റെ കുറച്ച് ഇക്വേഷൻസും കോൺട്രിബ്യൂഷൻസും കാൽക്കുലേഷനും ഒക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഇക്വേഷൻസ്. ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺട്രിബ്യൂഷൻ. സെക്കൻഡ് എലമെൻ്റ് ആണ് അല്ലേ, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആണ് എന്ത്, കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൽ നല്ല ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് എന്ത്, കോൺട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഡിസിഷൻസ് മേക്കിംഗ് ആൻഡ് കൺട്രോൾ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിങ്ങിനും കൺട്രോളിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദി പ്രോഫിറ്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിലെ ഒരു പ്രോഫിറ്റാണ് എന്ത്, കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ സീക്വൽ ടു നമ്മൾ ഇക്വേഷൻ പറഞ്ഞു എന്തായിരുന്നു, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് എ ഫൈനൽ പ്രോഫിറ്റ്. ഇത് ഫൈനൽ പ്രോഫിറ്റ് ആണോ, അല്ല. ഇതെന്താണ്, മാർജിനൽ കോസ്റ്റിങ്ങിലെ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് മാർജിനൽ പ്രോഫിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ. Okay, contribution is also known as contribution margin or gross margin. Okay, contribution can be expressed either as per unit in total. Contribution നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം, യൂണിറ്റിൽ വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടോട്ടലിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എന്നാൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ സെയിൽസ് വാല്യൂ ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്തത്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ലെസ് ചെയ്തത്. ഓക്കെ, അത്രയാണ് നമുക്ക് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ യൂസസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? കോൺട്രിബ്യൂഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്ലാനിങ്ങിനും ഡിസിഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെൽപ്ഫുൾ ടെക്നിക്കാണ് എന്ത്, കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് ഹെൽപ്സ് ഇൻ ഫിക്സിങ് ദി സെല്ലിംഗ് പ്രൈസ് അല്ലേ, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇറ്റ് എനേബിൾസ് ടു ഡിറ്റർമൈൻ ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ പറഞ്ഞു, ദാറ്റ്സ് ദ പോയിന്റ് നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലേ, നോ പ്രോഫിറ്റ് നോ ലോസ്, അതായത് ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ ലോസ് ആണ് എന്ത്, ബ്രേക്ക് ഈവൻ പോയിന്റ്. അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് വേരിയസ് പ്രോഡക്റ്റ് ഓർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഗൈഡ്സ് ദി മാനേജ്മെൻറ്റ് ഇൻ സെലക്ടിങ് ദി പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് മിക്സ് ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. ഏത് മെത്തേഡ്, ഏത് പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് മിക്സ് യൂസ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് മേക്ക് ഓർ ബൈ ഡിസിഷൻസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനിയിൽ മേക്ക് ചെയ്യണോ അതോ നമ്മൾ പുറത്തുനിന്ന് ബൈ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത്, കോൺട്രിബ്യൂഷൻ. അപ്പം മേക്ക് ഓർ ബൈ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ കീ ഫാക്ടർ അല്ലേ, നമ്മുടെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള കീ ഫാക്ടറുകൾ ഏതൊക്കെയാണെന്നല്ലേ. ഏറ്റവും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫാക്ടറാണ് എന്ത്, കീ ഫാക്ടർ. അത് ഏതൊക്കെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് എനേബിൾസ് ദി മാനേജ്മെൻറ്റ് ഡിസൈഡ് വെദർ ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദി മാർക്കറ്റ്. നമ്മളൊരു ന്യൂ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഹൈലൈറ്റ് ദി റിലേഷൻഷിപ്പ് എമംഗ് കോസ്റ്റ്, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ എന്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, കോസ്റ്റും സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻസ് ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് എന്ത്, ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ഓഫ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. CVP അനാലിസിസിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക്സ് ആണ് എന്ത്, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇറ്റ് എസ്റ്റാബ്ലിഷ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് കോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വോളിയം. ഒക്കെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് റവന്യൂ ആൻഡ് കോസ്റ്റ് തമ്മിലുള്ള റിലേഷനാണ് എന്ത്, ബ്രേക്ക് ഈവൻ അനാലിസിസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. Okay, and then break even point, BEP. Break even point is the point at which total sales revenue is equal to total cost. Total revenue total cost equal ആവുന്ന പോയിന്റ് ആണ് എന്ത്, ബ്രേക്ക് ഈവൻ പോയിന്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ്. നോ പ്രോഫിറ്റ് നോ ലോസ്, പ്രോഫിറ്റ് ഉണ്ടാവില്ല ലോസ് ഉണ്ടാവില്ല, ആ പോയിന്റ് ആണ് എന്ത്, ബ്രേക്ക് ഈവൻ പോയിന്റ്. ആൻഡ് ദെൻ ചില പേഴ്സൺസൊക്കെ പറയുന്നുണ്ട് CVP അനാലിസിസ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് സെയിം ആണ്. എന്നാൽ ഇത് സെയിം അല്ല കേട്ടോ. CVP അനാലിസിസ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആർ നോട്ട് സെയിം.
CVP analysis is wide. Break-even analysis is only the part of the CVP analysis. ഒരു CVP analysis ഒരു പാർട്ട് മാത്രമാണ് എന്ത് break-even analysis. Okay. Break-even analysis may be expressed in graph, break-even charts, profit. നമുക്ക് എന്ത് ചെയ്യാം break-even analysis മെയിനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാഫാണ്. break-even ചാർട്ട് ഓർ പ്രോഫിറ്റ് ഗ്രാഫ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് അറ്റ് ദാറ്റ് പോയിൻറ്റ് ടോട്ടൽ റവന്യൂസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഓർ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. ആ സെയിൽസിന് എന്ത് ചെയ്യുക മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുക. മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ് ഇൻക്ലൂഡ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡ്. ഓക്കെ. അപ്പം വേരിയബിൾ കോസ്റ്റ് ഓർ മാർജിനൽ കോസ്റ്റ് ലെസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി കോൺട്രിബ്യൂഷൻ കിട്ടി അല്ലേ. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷൻ എന്ത് ലെസ് ചെയ്യുക ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്യുക. ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് പ്രോഫിറ്റ്. ഓക്കെ. അപ്പോൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് സെയിൽസ്, അതൊന്ന് വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡ് ലെസ് ചെയ്യുക. ദെൻ കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്യുക. ദെൻ പ്രോഫിറ്റ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് അസംഷൻസ് ഓഫ് CVP അനാലിസിസ് ഓർ അസംഷൻസ് ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. രണ്ടിൻ്റെയും അസംഷൻസ് എന്താണ് സെയിം ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഓൾ കോസ്റ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ വേരിയബിൾ കോസ്റ്റ് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ പ്രൊപ്പോർഷനിൽ എന്തും കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഫിക്സ്ഡ് കോസ്റ്റ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് വോളിയം ഓഫ് ഔട്ട്പുട്ട്. അല്ലെ വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ദെൻ പ്രൊഡക്ടിവിറ്റി പെർ വർക്കേഴ്സ് ആൻഡ് എഫിഷ്യൻസി ഓഫ് പ്ലാൻ റിമെയിൻ അൺചേഞ്ച്ഡ്. അല്ലേ പ്ലാന്റിൻ്റെ എഫിഷ്യൻസിയും വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒന്നും എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ജനറൽ പ്രൈസ് ലെവൽ ഡസ് നോട്ട് ചേഞ്ച്. പ്രൈസ് ലെവലും എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ ദ ഓൺലി ഫാക്ടർ ദാറ്റ് എഫക്റ്റ് കോസ്റ്റ് ആൻഡ് റവന്യൂ ഈസ് വോളിയം. കോസ്റ്റിനെ റവന്യൂ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ, അതാണ് എന്ത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് CVP അനാലിസിസ്, കോൺട്രിബ്യൂഷൻ, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.